ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ എടുത്തിരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. പോസ്റ്റ് ചെയ്യാൻ വൈകിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ വീട്ടിൽ പോയി എപ്പോഴും എല്ലാ ദിവസവും മടി പിടിച്ചതാണ് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇന്നാണെങ്കിലോ മഴ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചെറിയ ചാറ്റൽ മഴ അവിടെ പെയ്യും, പിന്നെ നിൽക്കും, പിന്നെയും പെയ്യും. ഇതന്നെ ഒരു പരിപാടി. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ അമ്മയും പക്രും ഭയങ്കര ചെടി നടലും പരിപാടിയൊക്കെയാണ്. പക്രു നമ്മളെ തൊട്ടടുത്ത വീട്ടിലത്തെയാണ് കേട്ടോ, നമ്മുടെ നേരെ ഫ്രണ്ടിലുള്ള വീട്ടിലത്തെയാണ്. എപ്പോഴും നമ്മളോട് ഉണ്ടാവും. നമ്മളെ അമ്മ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആൾ വന്ന് ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തിരൂരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന റോസാ ചെടിയാണ്. സംഭവം കൊണ്ട് പേടിച്ചു നന്നാവില്ലേന്ന്, പക്ഷേ ചെറുതായി തളിരലൊക്കെ വന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. അമ്മയാണെങ്കിലോ ഈ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുമ്പോൾ പുറത്ത് തുണി ഇടണ്ടെന്ന് പറഞ്ഞാൽ അതന്നെ ചെയ്യുള്ളൂ. ചെറിയൊരു വെയിൽ വരും, അപ്പം അമ്മ കൊണ്ടുപോയി പുറത്തിടും. പിന്നെ മഴ പെയ്യുമ്പോൾ അതെടുത്ത് ഓടും. ഞാൻ പറയലുണ്ട്, എപ്പോഴും ഞാൻ പറയലുള്ളൂ, അമ്മ അത് നോക്കണ്ട, വിശ്വസിക്കണ്ട, പറ്റിക്കുകയാണ്, വെയിൽ വെറുതെ നമ്മളെ കളിയാക്കാൻ നിൽക്കുകയാണ്, നിങ്ങൾ ഇടാൻ നിൽക്കണ്ട. അമ്മ അതൊന്നും കേൾക്കില്ല. അമ്മ പിന്നെ ഇടും, അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഒരു താളി തേച്ചുള്ള ഒരു കുളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ഈ താളിയൊക്കെ തേച്ചിട്ട് എന്നും വിചാരിക്കും ഇവിടെ വന്നാൽ തേക്കണം എന്ന്. പക്ഷെ ഇങ്ങനെ മടി കാരണം നീട്ടി പോവാം. അപ്പോൾ ഇന്ന് എന്തായാലും തേക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ഞാൻ ചെമ്പരത്തിൻ്റെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ ചെമ്പരത്തിപ്പൂവ് അങ്ങനെ വേറെ ഒന്നും എടുത്തിട്ടില്ല. പണ്ടൊക്കെ എപ്പോഴും തോട്ടിൽ പോയി കുളിക്കുമ്പോൾ കുറുന്തോട്ടീൻ്റെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് താളിയാക്കി തേക്കുമായിരുന്നു. അതൊക്കെ ഈ തോടിൻ്റെ വക്കത്തൊക്കെ ഉണ്ടാവുമല്ലോ ഇഷ്ടം പോലെ. ഇപ്പം ആരാ താളി തേക്കണത്? താളിയൊക്കെ തേച്ചിട്ട് കാലങ്ങൾ കുറേ. അപ്പം ഇന്ന് ഒരു താളി തേച്ച് കുളിയാവാം അല്ലേ. അപ്പം നല്ല തണുപ്പും കിട്ടും കേട്ടോ തലയ്ക്ക്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ താളി. തേക്കാം. അവിടെ പോകാൻ പക്രു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തിനാ ഇവിടെ വന്ന് ചെയ്യണം, ഞാനാണെങ്കിൽ ഉമ്മർത്ത് പോയി നിന്നിട്ടാണോ ചെയ്യണമെന്ന് മുറ്റത്ത്. വേറെ എവിടെയും ഫോൺ വെച്ച് എടുക്കാൻ പറ്റിയ സ്ഥലം കണ്ടില്ല. ഉള്ളിൽ ഇത് വെച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ആകെ കൊളാവും. അതാണ് ഞാൻ പിന്നെ ഉള്ളിലേക്ക് പോവായിരുന്നത്. അപ്പോൾ എനിക്ക് പറ്റിയൊരു സ്പേസ് ഇവിടെയാണ് തോന്നിയത്. അപ്പോൾ പക്രു ഇങ്ങനെ പറയുകയാണ് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുന്ന് തേക്കിടുന്നൊക്കെ ഞാൻ പറഞ്ഞ ഡയലോഗ് അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേക്കലൊക്കെ കഴിഞ്ഞ് കുറച്ചേരം ഒന്ന് പിടിക്കട്ടെ, എന്നിട്ട് കുളിക്കാം കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിന്ന് കോട്ടയ്ക്ക് പോവുകയാണ്. അപ്പോൾ ചോറിൻ്റെ പോവുള്ളൂ. ഏകദേശം ഉച്ച ആയിട്ടോ. അപ്പോൾ ചോറിൻ്റെ കഴിഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ റെഡി ആയിട്ടോ, ചോറൊക്കെ കൊണ്ടു റെഡിയായി. അപ്പോൾ ഇനി ഇറങ്ങാം. ഭയങ്കര ചടപ്പുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ ഭയങ്കര ചടപ്പുണ്ട്. പിന്നെ മഴയും നല്ലവണ്ണം ഉണ്ട്. നല്ല മഴയാണ് കേട്ടോ. മഴ പെയ്യാൻ നിൽക്കുക അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇറങ്ങട്ടെ. കുട ഇല്ലായിരുന്നു, ഞാൻ കോട്ടയ്ക്ക് നിന്ന് കൊടുത്തിട്ടില്ലായിരുന്നു, ഞാൻ മറന്നെടുക്കാൻ വന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ കുടയിട്ട് പോകുന്നുണ്ട്. ഇനി വരുമ്പോൾ കൊണ്ടുവരാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വരുമ്പോൾ കുട കൊണ്ടുവന്നുകൊണ്ടേന്ന്. അപ്പോൾ ഇറങ്ങാല്ലേ. ഇത് പോട്ടെ. പക്രു ഇവിടെ തന്നെ ഉണ്ട്. എന്നാ ശരി എടാ. അങ്ങനെ പിന്നെ ഞാൻ ഇറങ്ങിയിട്ടോ. കുറച്ച് മടിച്ചിട്ടാണ് ഇറങ്ങിയതൊക്കെ. എനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ വന്ന് നിന്നിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അമ്മ കാണിക്കില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവും കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വളാഞ്ചേരി എത്തി ബസ് കയറി ഇരുന്നു കേട്ടോ. നമ്മളെല്ലാ ഗേൾസിനും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? അങ്ങനെയൊക്കെ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് നോക്കാമല്ലോ എത്ര പേർക്ക് ഇതേ ഫീലിങ്സ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.